ഹായ് ഹലോ, സുഖമല്ലേ? അപ്പോൾ അത്ര വലിയ സുഖമൊന്നും നമുക്കിപ്പോൾ ഇല്ല അല്ലേ. നമുക്ക് യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഗ്യാസൊക്കെ കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മളുള്ളത് അല്ലേ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല ഒരു പഴത്തിൻ്റെ ഒരു സ്നാക്സാണ്. ഇതുപോലെയുള്ള 3 പഴങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. വെള്ളത്തിൽ പുഴുങ്ങരുത്, ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് ഇത് നല്ല ചൂടുണ്ട് ഇപ്പോൾ. കുറച്ച് ഇത്ര ചൂട് ഇതാക്കണമെന്നില്ല, കുറച്ച് ചൂട് കഴിഞ്ഞിട്ടാക്കിയാലും മതി. അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഈ ചൂടുകാലത്ത് എനിക്ക് എപ്പോഴും ആവിയിലുള്ള സാധനങ്ങളും പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ നിങ്ങളും കഴിക്കുന്ന സമയത്ത് ഫുഡൊക്കെ ചൂടുകാലത്ത് ശ്രദ്ധിച്ച് കഴിക്കുക. അപ്പോൾ ചൂടുകാലത്ത് ഏത് ഫുഡാണ് നിങ്ങൾക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഞാൻ 3 പഴം പുഴുങ്ങാനായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തോളൂ സ്കിന്ന്. അപ്പോൾ ഇതിനകത്തുള്ള കറുത്ത സീഡില്ലേ, അത് നിങ്ങൾ കളയണേ അത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കുക. ഈ ഉള്ളിലുള്ള ഈ കറുപ്പ് ഇതങ്ങ് നീക്കണേ. ഇത് ഫുള്ളങ്ങ് കളഞ്ഞിട്ട് എടുക്കുക. എല്ലാം കളഞ്ഞെടുത്തിട്ട് ഞാൻ വരാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. പിന്നെ നല്ല ഹെൽത്തിയുമാണ്. വീഡിയോ കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടണിലെ ഒരു സബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതുപോലെ കുഴച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ കുഴച്ചെടുത്ത അരിപ്പൊടിയുടെ കൂട്ടിലേക്ക് നമ്മൾ നന്നായിട്ട് ഉടച്ചു വെച്ച പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചോളൂ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അതെല്ലാം നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ നന്നായിട്ട്, അതായത് അരിപ്പൊടിയും പഴവും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. നല്ല ബോൾസാക്കി എടുക്കേണ്ട വിധത്തിൽ ഇങ്ങനെ യോജിപ്പിച്ച് എടുക്കുക. കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ട ഫില്ലിങ്ങിന് വേണ്ട ശർക്കരപ്പാനിയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാൻ ഇതുപോലെ 2 അച്ച് ശർക്കര ഒരു ചെറിയൊരു കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട്. അത് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അലിയിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഈ അരിച്ചെടുത്ത ശർക്കരപ്പാനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങയാണ് വേണ്ടത്. അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തോളൂ. ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നെയ്യ് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് എടുക്കുക, യോജിപ്പിച്ചിട്ടൊന്ന് എടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും ആയി കിട്ടിയാൽ മതി. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പഴത്തിൻ്റെ കൂട്ട്, അരിപ്പൊടിയും പഴവും തമ്മിലുള്ള കൂട്ട് ഇതുപോലെ കയ്യിൽ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. കയ്യിൽ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ റൗണ്ടിലായിട്ട് ഒരു കുഴി കുഴിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങയും വെല്ലത്തിൻ്റെയും മിശ്രിതം ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ബോൾസ് ആക്കി എടുക്കുക മാത്രമേ വേണ്ടൂ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റൂ ഇത്. അങ്ങനെ ഞാനിത് ജസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ ബോൾസ് ആക്കി എടുത്താൽ മതി. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അങ്ങനെ പഴത്തിൻ്റെ മിശ്രിതത്തിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കട്ടെ. ഇതുപോലെ ജസ്റ്റ് കുഴി കഴിക്കുക, അതിനകത്തേക്ക് ഇത് ഫില്ലിങ് ഇട്ട് കൊടുക്കുക, ബോൾസ് ആക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റ് നേരം ആവി കയറ്റി എടുക്കുക മാത്രമേ വേണ്ടൂ. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പഴം കൊഴുക്കട്ട റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തോളൂ. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.